മുകുന്ദ മുകുന്ദ ആരാ ചെയ്ത്? മുകുന്ദ പ്രിയപ്പെട്ട ഡാഡിക്കും മമ്മിക്കും നിങ്ങളുടെ സ്റ്റാൻഡേർഡിനൊത്ത് ഓടിയെത്താൻ കഴിയാത്ത ഞാൻ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. ഒപ്പം ചെറിയച്ഛന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു ക്ലൂ ഡാഡിയുടെ ബോക്സിനുള്ളിലുണ്ട് എന്ന് മകൾ പ്രഭാവതി. എന്തായി സാർ? അവളെക്കുറിച്ച് എന്തെങ്കിലും? ഒരു വിവരവും കിട്ടിയില്ല. നമുക്കിപ്പോ ഇതൊരു ന്യൂസ് ആക്കാൻ പറ്റില്ലല്ലോ, അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതെ അതെ, മാക്സിമം ന്യൂസ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം സാർ. ആ, ഞാനത് കീപ്പ് ചെയ്യാം. പിന്നെ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഒളിച്ചോടാൻ വല്ല സാധ്യത ഉണ്ടോ? ഇവിടുന്ന് വിട്ടു നിൽക്കുന്നതിൽ അങ്ങനെ ചില ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറൊരു കാരണവും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഞാൻ അവരുടെ റൂം ഒന്ന് സെർച്ച് ചെയ്യട്ടെ. ഓ ശരി സാർ. രാജു, എനിക്കൊരു സംശയം. പ്രഭയെ ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ഒളിച്ചോടി പോകാൻ വഴിയില്ല. മറ്റെന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നോക്കാം. ഓക്കെ. ഇനി വല്ല ലവ് അഫെയറോ മറ്റോ? അതാണ് എന്റെ സംശയം. ഇത് ഈ വീട്ടിലെ ഒരു ബെഡ്റൂം അല്ലേ? ഇത് കണ്ടാൽ റൂമിൽ ക്യാമറ ഫിറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ടല്ലോ. അയ്യേ, വൃത്തികെട്ട പെണ്ണ്. നീ ഒരു കാര്യം ചെയ്യും, ഇത് ഏത് റൂമാണെന്ന് പോയി നോക്കിയിട്ട് വാ. ഞാൻ ഇതിലൊന്ന് വാച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നത് അത് പ്രഭയുടെ അച്ഛന്റെ അമ്മയുടെയും ബെഡ്റൂം ആയിരിക്കുമെന്നാ. തോന്നലല്ല, അത് അവരുടെ ബെഡ്റൂം തന്നെയാ. എന്തിനാണ് പ്രഭ അവരുടെ മാതാപിതാക്കളുടെ റൂമിലേക്ക് ക്യാമറ ഫിറ്റ് ചെയ്തത്? ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണ്ടല്ലോ അവളെ, പിന്നെന്തിനാ എനിക്ക്? കല്യാണം കഴിഞ്ഞാ അവൾ അവളുടെ ഭർത്താവിനോട് ജീവിക്കും. നിങ്ങളെ പോലെ ഒരു വൃത്തികെട്ടവനാണെങ്കിൽ എല്ലാം വലിച്ചെറിഞ്ഞ് എന്നെ പോലെ ജീവിക്കും. ഇതവൾ നേരത്തെ റെക്കോർഡ് ചെയ്തതാണ്. അവളെ വേണ്ടാത്ത അച്ഛനെയും അമ്മയും അവളും വേണ്ടാന്ന് വെച്ച് കാണും. ലുക്ക്,
അതെ, അത് പ്രഭയുടെ ഭാവി ഓർത്തോണ്ട് മാത്രമാ. അല്ലാതെ മിസ്റ്റർ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. എടി, നിനക്ക് എന്നെയെന്നല്ല ലോകത്തൊരാളെയും സ്നേഹിക്കാൻ നിനക്ക് കഴിയില്ല. അത്രയ്ക്ക് സെൽഫിഷാണ് നീ. അതെ, സെൽഫിഷാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷം പ്രശ്നം ഉണ്ടായിട്ട് ഈ ഞാൻ പിടിച്ചു നിന്നത്. നീ എവിടെ പോയാലും നിനക്ക് ജീവിതത്തിൽ നല്ല ഭാര്യയാകാൻ പറ്റില്ലടി. നിങ്ങൾക്കൊരു നല്ല ഭർത്താവാകാനും. അതിന് നമ്മുടെ മോളെന്ന് പിഴച്ചു. നിങ്ങൾക്ക് വേണ്ടല്ലോ അവളെ, പിന്നെന്തിനാ എനിക്ക്? കല്യാണം കഴിഞ്ഞാ അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കും. നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവനാണെങ്കിൽ എല്ലാം വലിച്ചെറിഞ്ഞ് എന്നെ പോലെ ജീവിക്കും. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ പഠിപ്പിക്കുന്നത് സ്വന്തം ഭാര്യ മതി. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഭാര്യ. സൂക്ഷിച്ചോ. മുഖം മൂടിയിട്ട ജീവിതം, അകത്തൊന്ന് പുറത്ത് മറ്റൊന്ന്. മാതൃകാ ദമ്പതികൾ. എന്നെ അങ്കിൾ അങ്കിൾ എന്ന് വിളിച്ച് 100 പ്രാവശ്യം അവൾ ഫോൺ ചെയ്തിട്ടുണ്ട്. എന്നോടെങ്കിലും ഈ കാര്യമൊക്കെ പറയാമായിരുന്നു. ഞാൻ ആരോട് പറയാൻ? സമൂഹത്തിൽ മാതൃകാ ദമ്പതികൾ എന്ന പേരിൽ നടക്കുന്ന എന്റെ പേരൻസിന്റെ പൊരുത്തക്കേടുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും ഞാൻ ആരോട് പറയാൻ? പറഞ്ഞിട്ടെന്ത് ഫലം? വീട്ടിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോ കാരണത്തിന് എന്തെങ്കിലും ഒരു വട്ടത്തരം വേണമല്ലോ. അതാ നാട്ടിൻപുറത്ത് 4ാം ക്ലാസ്സിൽ ഒപ്പം പഠിച്ച ആ പഴയ കൂട്ടുകാരനെ തിരക്കി ഇറങ്ങിയത്. അയാളെ ഇവിടെ തന്നെ ഉണ്ടെന്ന് മോളെങ്ങനെ അറിഞ്ഞു? കോളനിയിൽ ഞാൻ തിരക്കി വന്ന ആള് താമസിക്കുന്നുണ്ടെന്ന് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞതാ. പക്ഷേ ഞാൻ എത്തിയപ്പോഴേക്കും അയാൾ ഇവിടുന്ന് പോയി. അപ്പോ ആളിനെ കൃത്യമായിട്ട് അറിയാല്ലേ? അറിയാം. കുട്ടി പറ, ആരാണെങ്കിലും ഞങ്ങൾ ഇവിടെ കൊണ്ടുതരും. ഈ കോളനിയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും സന്താപങ്ങളിലും കുട്ടി കൂടെ ഉണ്ടാവണം. അതെ പ്രഭാവതി, ഇന്നു മുതൽ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട പെങ്ങളാണ്. അതെ പെങ്ങളെ പറ, അന്ന് നിന്റെ നുണക്കുഴി വിരിഞ്ഞിട്ടില്ല എന്ന് പാടിയ ആ പുള്ളിക്കാരനെ കുറിച്ചൊരു ക്ലൂതാ ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരാം. ക്ലൂ ഒന്നും വേണ്ട, ഞാൻ പറയാം. ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിയുന്ന ആളായിരിക്കും. നമ്മളൊക്കെ അറിയുന്ന ആളോ? CK സുന്ദരേശൻ. സുന്ദരേശനോ? സത്യം പറഞ്ഞ പ്രഭാവതി തിരക്കി വന്നത് CK സുന്ദരേശനാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ കോളനിയിലുള്ള ആണുങ്ങളുടെയൊക്കെ ശ്വാസം നേരെ വീണത്. ദൈവത്തിനറിയാം അത് സത്യമാണോന്ന്. ഫ്ലാഷ് ബാക്ക് കഥ കേട്ടിട്ട് സത്യമാകാനേ വഴിയുള്ളൂ. എനിക്കെന്തോ അതങ്ങോട്ട് അത്ര വിശ്വാസം വരുന്നില്ല. ദേ തങ്കപ്പെട്ട, ആ പെണ്ണിന് എന്തോ സാരമായ തകരാറുണ്ട്. അല്ലെങ്കിൽ മനഃപൂർവ്വം തട്ടിപ്പിനിറങ്ങിയതാ. ദേ, ഞങ്ങളും ആദ്യം അങ്ങനെ വിചാരിച്ചത്. പക്ഷെ ആ കുട്ടിയുടെ കഥ കേട്ടപ്പോണ്ടല്ലോ, ദേ കരഞ്ഞു പോയി. കരയും കരയും. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിച്ചോണ്ട് വന്നാലേ ഡൈവോഴ്സ് ഉറപ്പാ. ആദ്യം ആ സുന്ദരേശനെ കണ്ടുപിടിച്ച് അവളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. അപ്പൊ അറിയാലോ. അല്ല, അയാൾ എവിടെയുണ്ട്? കണ്ടുപിടിച്ചോ? അയാൾ സീരിയൽ എഴുത്തൊക്കെ നിർത്തി മറ്റെവിടെയാണ്. ഇന്ന് അവിടം വരെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. വേണ്ടേ, മതി. ഇനി ഫ്ലാഷ് ബാക്ക് കേൾക്കാനെന്നും പറഞ്ഞ് ആ പെണ്ണിന്റെ വീട്ടിലെങ്ങാനും പോയെന്ന് ഞാൻ അറിഞ്ഞ അരിഞ്ഞുകളയും. തക്കാളി അരി എന്നെ അരിയണ്ട. അരി അരി തങ്കപ്പെട്ട, എന്താ പന്നു? ഒരു കാര്യം, ഈ വരുന്ന ശനിയാഴ്ചത്തെ പ്രത്യേകത എന്താണെന്നറിയോ? എന്ത് പ്രത്യേകത? ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. നീ പറഞ്ഞിട്ട് ഞാൻ ഓർക്കല്ല, നീ കാര്യം പറ. ശനിയാഴ്ചയാണ് നമ്മുടെ വിവാഹ വാർഷിക ദിനം. നിങ്ങളെന്താ ഞെട്ടിയത്? ഒന്നുമില്ല. ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ എനിക്ക് നല്ലൊരു സമ്മാനം വാങ്ങിത്തരണം. എന്താ ഒന്നും മിണ്ടാത്തത്? ആ അശോകൻ സാർ മായയ്ക്ക് വിവാഹ വാർഷികത്തിന് ഒരു ഡയമണ്ട് മൂക്കുത്തിയെ ഗിഫ്റ്റ് ആയി കൊടുത്തത്. ചാക്കോച്ചനും അന്നാമ്മച്ചേടത്തി എപ്പോഴും വിവാഹ വാർഷികം ഗംഭീരമായി ആഘോഷിക്കുന്നേ. ഞാൻ പറയുന്നല്ലോ കേൾക്കുന്നുണ്ടോ? വെഡിങ് ആനിവേഴ്സറി ശനിയാഴ്ചയാണെന്ന്. കണ്ടകശനി. ചേട്ടാ, ഒരു നാരങ്ങ വെള്ളം. സോഡ വേണോ വെള്ളം വേണോ? സോഡ മതി. ആ, ഒരു പഴം. തങ്കപ്പൻ
കുപ്പി താഴെ ഇട്. അറിയുള്ളൂ. ഈ മാങ്ങ പഴുത്താണോ? തകപ്പാ ഇതാര് പാലപ്പളോ? അത് വിഴുങ്ങിയിട്ട് പറ. പഴത്തിട്ട് പഴത്തിട്ട് ഏയ് വേണ്ട വേണ്ട. ഒരു പഴം തിന്നുന്ന അല്ലെ 2 പഴം വേണ്ട. അല്ലെങ്കിൽ ഒരു നാരങ്ങ കൂടി ഒരു നാരങ്ങ കുടി. അല്ല ഇപ്പൊ കുടിച്ചേ ഉള്ളൂ. ഒന്നും കൂടി കുടിയെന്നേ. ഒരു നാരങ്ങ എടുത്തേട്ടാ. സോഡ വേണ്ട, പച്ചവെള്ളം മതി. അങ്ങനെയാണെ 10 രൂപയുടെ ഒരു കമ്പനി ആയിട്ട് എടുത്താൽ. കൊടു കൊടു. ബാലപ്പാ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിന്നോട് എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാം. എന്ത് കാര്യം? നിനക്ക് പരിചയമുള്ള വല്ല ബ്ലേഡ് കമ്പനിക്കാരുണ്ടോ? ബ്ലേഡ് പപ്പനുണ്ട്. 10 രൂപ പലിശയാണെങ്കിലും കുഴപ്പമില്ല. അല്ല 100-ന് 20. അയ്യോ, നീ താങ്ങൂല. നമ്മുടെ രവിചന്ദ്രൻ നേതാവിനോട് ചോദിച്ചാൽ നടക്കോ? അതിപ്പോ നീ ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചാ പുള്ളി ഇല്ലെന്നേ പറയൂ. ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് ചോദിച്ചു നോക്ക്. അല്ല നിനക്കെന്താ പൈസക്ക് ഇത്ര അത്യാവശ്യം? ശനിയാഴ്ച എന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. വൈഫിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ നാണക്കേടാണ്. അത് ശരിയാ. വിവാഹ സമ്മാനം എന്ന് പറയുമ്പോ കുറഞ്ഞത് ഒരു 5 പവന്റെ സമ്മാനമെങ്കിലും കൊടുക്കണം. 5 പവൻ എന്ന് പറഞ്ഞപ്പോ തീർന്ന്. രൂപ 19,000 വേണം. ഇപ്പൊ തങ്കപ്പന് പൊന്നമ്മയ്ക്ക് ഒരു വിവാഹ സമ്മാനം കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ഒരു സ്വർണ്ണ വിളയെങ്കിലും കൊടുത്താൽ കൊള്ളാന്നുണ്ട്. അതിനെന്താ കൊടുക്കാം. പൊന്നിൽ പൊതിഞ്ഞ ഒരു വിവാഹ സമ്മാനം കൊടുക്കാം. എങ്ങനെ കൊടുക്കും? നാളെയാണ് വിവാഹ വാർഷികം. എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിന്റെ കയ്യിൽ എല്ലാം കൂടെ നുള്ളി പറക്കിയ എന്താ കാണും? നുള്ളിപ്പെറുക്കിയ ഒരു 500. 500 മതി. 500 രൂപ മതി. ഒരു 5-6 പവൻ തോന്നിക്കുന്ന ഒരു സമ്മാനം നമുക്ക് ഈസി ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാം. എന്ത് സമ്മാനം? എന്ത് സമ്മാനം എന്നാ? റോൾഡ് ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? 5 പവന്റെ മതിപ്പുള്ള സ്വർണം ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. അയ്യേ, മുക്കുവണ്ടോ? മുക്കുവണ്ട ഞെക്കുവണ്ട അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇവിടെ ഒറിജിനലിനെ വെല്ലുന്ന സാധനം ഞാൻ വാങ്ങിച്ചു തരാം. എന്ത് അത് മതിയല്ലേ? മതി എന്നല്ല, അത് മതി. ഇവിടെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞൊരു ഗിഫ്റ്റ് കൊടുത്താ പോരെ? വൈഫിന് സന്തോഷാവത്തില്ലേ? പിന്നെന്തോ ആലോചിക്കാൻ ബുദ്ധി. അപ്പൊ നാളത്തെ ഫംഗ്ഷന് ഞാൻ വേറെ ആരെയും വിളിക്കുന്നില്ല, പിന്നെ നിന്നെ മാത്രമേ വിളിക്കുന്നുള്ളൂ. നീ മാത്രം മതി. അല്ല ഞാൻ വരണോ? നീ വരണം. വന്നേക്കല്ലേ? വരണം. ഓക്കെ. 1 കിലോ പഴോടെ പൊതിഞ്ഞാരേ. അതെന്തിനാ? വീട്ടിൽ കൊണ്ടുപോകാനാണേ. എന്താ പിന്നെ 1 കിലോ ആക്കണ്ട? ഒരു കൊല. വലിയ സന്തോഷം. പിന്നെന്താ? പുറത്താരെയും കാണുന്നില്ലല്ലോ. ചേച്ചിയെ, പായസത്തിന്റെ നല്ല മണം. ചേച്ചിയെ, തങ്കപ്പ സാറേ. ചേച്ചിയെ. വരുന്നു ചേച്ചി. രമണനോ? ഇന്ന് സ്ത്രീയുടെ ഒന്നുമില്ലേ? നാളെ ആകട്ടെ രമണ. അല്ല ഈ സെറ്റ് ഉണ്ടാക്കി കൊടുത്ത്. അല്ല ഇന്ന് എന്തൊരു ചേച്ചി വിശേഷങ്ങള്? അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ടല്ലോ. പായസം വെക്കുകയാണ്. നീ ഇന്ന് ഉച്ചയ്ക്ക് വാ, ഇവിടെ ഊണ് കഴിക്കാം. അപ്പോ ഇന്ന് എന്തോ കാര്യമായ വിശേഷം ഉണ്ട്. പിറന്നാളാ? ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനമാ. അത് ശരി. അപ്പൊ തങ്കപ്പ സാർ എവിടെ? പുറത്തു പോയിരിക്കുക, ഇപ്പൊ വരും. അത് ശരി. അപ്പൊ ഞാൻ പോയിട്ട് ഉച്ചയാകുമ്പോ. ശരി. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണമെന്നേ പറയൂ. ഒരു നോട്ടമല്ല, 2 നോട്ടം നോക്കിയാലും ഇത് തനി ഗോൾഡ് ആണെന്നേ പറയും. ഇനി അടുത്ത നല്ല ഗാനം കേട്ടാ. ഒരു 3-4 പവൻ എന്തായാലും തോന്നിക്കും. 4 പവനുണ്ടെന്ന് ധൈര്യമായിട്ട് പറയാം. അപ്പൊ 4 പവനുണ്ടെന്ന് അങ്ങോട്ട് ധൈര്യമായിട്ട് പറയാല്ലേ? എന്താ ധൈര്യമായിട്ട് പറ. പക്ഷേ അവൾ അറിഞ്ഞ നാണക്കേടല്ലേ? വില പിടിപ്പുള്ള ഒരു വെഡിങ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അതെ. പിന്നെന്താ കുഴപ്പം? എന്നാലും ഞാൻ അവളോട് കാണിക്കുന്നത് ഒരു നെറുകേടല്ലേ, ഒരു വഞ്ചനയല്ലേ, കള്ളത്തരമല്ലേ ബാലപ്പ? എന്ത് വഞ്ചന, എന്ത് കള്ളത്തരം? തങ്കപ്പാ, കള്ളത്തരത്തിന് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പങ്കാണുള്ളത്, അതറിയാവോ? മനസമാധാനം കിട്ടാൻ വേണ്ടി ഈ കള്ളത്തരം ഓക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ പിന്നിലേക്ക് വലിയേണ്ട കാര്യമില്ലല്ലേ? പിന്നല്ലാതെ. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വന്നേ, 3-4 ദിവസം കഴിയുമ്പോ ഈ വളയങ്ങൂരി വാങ്ങിക്കണം. കറുത്ത് പോകുന്നോ ലോക്കറി വെക്കണോന്നൊക്കെ പറഞ്ഞൊരു നമ്പർ ഇട്ടി വാങ്ങിക്കണം. മനസ്സിലായോ? പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, അവർക്കൊരു സംശയം ഉണ്ടാകാനുള്ള ഇട നമ്മൾ കൊടുക്കരുത്. പറഞ്ഞു മനസ്സിലായോ? ഇതതിനകത്ത് പോയി വെയില് തട്ടിയാ കറുത്തു പോകും. അപ്പോ എല്ലാം പറഞ്ഞ പോലെ പോവാല്ലേ? പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ധൈര്യമായിട്ട് പോ, ഞാനല്ലേ പറയുന്നേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്റെ എന്തോരം ബുദ്ധിയാ ഞാൻ പാഴാക്കി കളയുന്നത്. പരോപകാരം പുണ്യം. ഇന്ന് വിവാഹ വാർഷിക സമ്മാനം.
കൈ നീട്ടിക്കാൻ മോളെ. താങ്ക് യു. അതെ തങ്കപ്പ, ഇത്രയും വലിയൊരു സമ്മാനം കൊടുത്ത ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ഇത്രയും ചെറുതാക്കി മാറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ പരിഭവമുണ്ട്. അതെ അതെ. കുറഞ്ഞ പക്ഷം ഈ കോളനിക്കാരെയൊക്കെ വിളിച്ച് ഒരു സദ്യ എങ്കിലും കൊടുക്കേണ്ടതായി. അതിന് ചെലവഴിക്കേണ്ട കാശ് കൂടി ഞാൻ എന്റെ പൊന്നമ്മക്ക് വാങ്ങിയ പൊന്നിൽ വകയിൽ. കഴിഞ്ഞ 3 വെഡിങ് ആനിവേഴ്സറിലും ഇവക്ക് ഞാൻ വിലപ്പെട്ട ഒന്നും മേടിച്ചു കൊടുത്തില്ല. 4 പവന്റെ വളയാ. വളവളാന്ന് തിളങ്ങുന്ന കണ്ടില്ലേ? ഏതായാലും പെങ്ങളെ, ദേ നിങ്ങൾ ഭാഗ്യം ചെയ്ത സ്ത്രീയാണ്. ഈ കോളനിയിൽ ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. അതെ, അത് ഞാൻ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. നീ പറയാനുള്ളത് ഞാനിപ്പോ പറഞ്ഞില്ലേ, നീ തരുന്ന അങ്ങോട്ട് തേച്ച് വടിപോലാക്കിയാ മതി കേട്ടാ. ഇതിന്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കോളനിയിലുള്ള ഒറ്റൊരാളിന്റെ കയ്യിലും കാണില്ല ഈ ടൈപ്പ് വള. അത് വാസ്തവം ഇത് ഞാൻ പറയാനിരിക്കായിരുന്നു. ആണല്ലേ, കണ്ട അതാ പറഞ്ഞത്. ആ പൊന്നു, നീ ആഹാരം വിളമ്പ്. നല്ല വിശപ്പ്. ഞാനിതിപ്പോ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അതിപ്പോ പറഞ്ഞില്ലേ, പിന്നെന്തോന്ന്. അയ്യോ അതൊക്കെ പിന്നെ. ആദ്യം ഞാൻ ഈ വളം ഉണ്ടെന്ന് സുമതി രേണുകയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരട്ടെ. നിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ മോശം മോശം മോശം. എന്ത് മോശം? എന്റെ തങ്കപ്പേട്ടന് എനിക്ക് തന്ന വിവാഹ സമ്മാനം കോളനിക്കാര് കാണണം. ഈ സ്നേഹം എല്ലാരും അറിയണം. അത് കഴിഞ്ഞിട്ടുള്ളൂ സദ്യ. അതുപോരെ ബാലപ്പ? മതിയെങ്കിൽ മതി, ഈ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ അത് നമുക്ക് പിന്നെ കാണിക്കാതെ. ബാലപ്പ കുഴപ്പമാവും ഇവിടെ. കുഴപ്പമാവും. ഇത് ഞാനിപ്പോ അങ്ങോട്ട് പറയാൻ തുടങ്ങി. എന്നാ പിന്നെ ആദ്യം പറയുന്നത് ആദ്യം പറയുന്നത് ആവശ്യമില്ലാത്ത അഭിപ്രായം പറയില്ല കേട്ടല്ലേ. നീ കുഴപ്പമുണ്ടാക്കാൻ വന്നാണോ? പിന്നെ മറ്റേ ഇല്ല, അത് കുഴപ്പമാണോ? ഓ, എവര് ഈ ഡ്യൂപ്ലിക്കേറ്റ് നാട്ടുകാരെ മുഴുവൻ കാണിച്ച് കുളമാക്കുമല്ലോ. സുമതി ചേച്ചി, സുമതി ചേച്ചി. തങ്കപ്പാ, തങ്കപ്പാ. ആരാ? ഞാൻ ഇവിടെ ഉണ്ടാ. ബാലപ്പനാ, എവിടെ നിക്കുന്നടേ? പിന്നാപ്പുറത്തേക്ക് വാടാ. ഓ, നല്ല ജോലി. ഡേ തങ്കപ്പ, ഇത് എന്താന്നടേ ഇത്? മനസ്സിലായില്ലേ? ഇതിനെ പാത്രം കഴുകുക എന്ന് പറയും. ഡേ, നിന്റെ പെണ്ണുമ്പളെ ആ വള നാട്ടുകാരെ മുഴുവൻ ഓടി നടന്ന് കാണിക്കുകയാണ്. നിന്നാണ് തങ്കപ്പ അത് ഊരി മേടിച്ചില്ലേ വലിയ പ്രശ്നമാവും. ബാലപ്പ, സംഗതി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്നാ പിന്നെ നീ അത് ഊരി മേടിച്ച് വെക്കാതെ എന്ത്? കേൾക്കണ്ടേ? പാത്രം കഴുകിയ വള കറുത്തു പോകുമല്ലോ കരുതിയിട്ടാണ് എച്ചിൽ പാത്രം വരെ ഞാൻ കഴുകുന്നത്. അതേതായാലും നന്നായി, നിനക്കൊരു ജോലിയാവുമല്ലോ. ഡേ, ആ വളയിട്ട് തുണി അലക്കുന്നതെന്ന് പൊന്നമ്മ നീ പിന്തിരിപ്പിക്കണം. കാരണം സോപ്പ് വെള്ളം തട്ടിയ ഈ വള കറക്കും, നീ വെളുക്കും. വല്ല ഷോക്കേസിലും വെക്കാൻ പറ്റിയ വല്ലതും മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലടേ. ഒരു കള്ള എന്തായാലും കാണിച്ച് അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ 1-2 കള്ളം കൂടെ കാണിക്കണം കേട്ടാ. അപ്പൊ പണി കിടക്കട്ടെ, ഞാൻ അങ്ങോട്ട് നിൽക്കാം. ഒന്ന് സഹായിച്ചിട്ട് പോടെ. എന്തോ സഹായിക്കാം? കുറെ പാത്രം ഉണ്ട്, ഒന്ന് കഴുകാൻ കൂടേ. ഇതാരുടെ വീട്ടിലെ പാത്രമാണ്? എന്റെ വീട്ടിലെ പാത്രം. നിന്റെ വീട്ടിലെ പാത്രം ഞാൻ നിനക്ക് കഴുകണം. എടാ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവൾക്ക് സ്വർണ്ണം വളയാണെന്ന് പറഞ്ഞു. പെണ്ണുമ്പളല്ലേ വളയിടുന്നത്? ആ വള വെളുക്കുന്നത് ഞാൻ നീയല്ലേ? ഐഡിയ അത് വെച്ച് നീ ജീവിക്കണമായിരുന്നു. എടാ, ആ ബുദ്ധി സഹായിക്കുന്നവരാണ് സംഗതി. ആ ബുദ്ധി സഹായിച്ചില്ല, വള മേടിച്ചെന്നില്ല. ആ ബുദ്ധി പറഞ്ഞത് ഞാനല്ലേ? എടാ, പാത്രം കഴിയില്ല, കുറച്ച് വെള്ളം കുറച്ച് വെള്ളം പറഞ്ഞ കേട്ട എന്നെ വേണമെന്നല്ല. തങ്കപ്പ, ദാണ്ട കുറച്ച് പാത്രം അവിടെ ഇരുന്ന്. എന്തായാലും കണ്ടവർക്കൊക്കെ ഈ വള നന്നായി ഇഷ്ടപ്പെട്ടു. വലിയ വലിയ ജുവലറി ഷോപ്പുകളിൽ പോലും ഇല്ലത്രേ ഇതുമാതിരിയത്തെ ഡിസൈൻ. എല്ലാവരും ചോദിച്ചു എവിടുന്നാ വാങ്ങിയെന്ന്.
ഞാൻ പറഞ്ഞു കൊടുത്തില്ല. പൊന്നു, എന്തേ? ഇനി ഈ വള നീ അധികം ആൾക്കാരെ കാണിക്കണ്ട. വല്ല കള്ളന്മാരെ കണ്ടു കഴിഞ്ഞാൽ കട്ടിട്ട് പോവില്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ വള ബാങ്കിന്റെ ലോക്കറിൽ വെച്ച് പൂട്ടിയാലോ? വേണ്ട, ഇതെന്റെ കൈ തന്നെ കിടന്നോട്ടെ. മരിക്കുന്നത് വരെ ഞാൻ തന്നെ സൂക്ഷിച്ചോളാം. എന്റെ തങ്കുവേട്ടൻ ആദ്യമായി എനിക്ക് വാങ്ങിത്തന്ന ഉപഹാരല്ലേ? പൊന്നു, എപ്പോഴും ഈ വള കയ്യിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഈ വളയുടെ പുതുമ പോവില്ലേ? വല്ല കല്യാണത്തിനോ നിന്റെ അമ്മൂമ്മ ചാകുമ്പോ അമ്മൂമ്മയുടെ 16 എണ്ണത്തിനോ അപ്പൊ ഇട്ടിട്ട് പോയാ പോരെ. പോരാ. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പണയം വയ്ക്കാനൊന്നും ഈ വള ചോദിക്കരുത്, ഞാൻ തരില്ല. ഈ വളയുടെ കാര്യം എന്താ? അല്ല, ഈ വളയുടെ കാര്യമേ ഊരി വെക്കുന്നതാ നല്ലത്. എന്റെ കയ്യിലല്ലേ കിടക്കുന്നത്, തങ്കുവേട്ടൻ എന്താ? ഇനി എങ്ങനെ ആ വള ഊരും?